ഊട്ടിയിലെത്തി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങാണ് രാവിലെ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്. ഊട്ടിനെ എക്സ്പ്ലോർ ചെയ്യാണ് ലക്ഷ്യം. അങ്ങനെ ഞങ്ങൾ എൻട്രി പാസ്സൊക്കെ എടുത്ത് നേരെ അകത്ത് കയറി. സുന്ദരിപ്പെണ്ണ് മാക്സിമം എൻജോയ് ചെയ്ത് നടക്കുവാണ്. അപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് നേരെ പഴനിക്ക് പോകാൻ വേണ്ടി ഇറങ്ങുവാണ്. ഫുഡ് കഴിച്ചിട്ട് പോകാൻ വേണ്ടി കയറുവാണ്. അപ്പം നമ്മൾ കോയമ്പത്തൂർ റൂട്ടിലേക്ക് കടക്കുവാണ്. ഊട്ടിയിൽ നിന്ന് കോയമ്പത്തൂർ റൂട്ടിലേക്കാണ് വരുന്നത്. കോയമ്പത്തൂർ ചെന്നിട്ട് പഴനിക്ക് പോകാനാണ് പ്ലാൻ. കോയമ്പത്തൂർ റൂട്ട് വഴി പഴനിക്ക് പോകുന്നതാണ് എളുപ്പം. കൊടും വളവുകളാണ്. വളരെ ശ്രദ്ധിച്ച് തന്നെ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് താഴേക്ക്. ലെഫ്റ്റ് സൈഡ് ഫുള്ള് മലകളാണ്. റൈറ്റ് സൈഡിൽ അഗാധമായ ഗർത്തമാണ്. റൈഡ് വളരെ ശ്രദ്ധിച്ച് തന്നെ വേണം. കാരണം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഏത് സൈഡിൽ കൂടി വരുമെന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് കേട്ടോ അവിടുന്ന്. വെയിൽ പൊതുവെ ഇല്ല, തണുപ്പുണ്ട്. നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. മൗണ്ടൻസ് ഇങ്ങനെ നിവർന്ന് നിൽക്കുവാണ്. മൗണ്ടൻസ് നല്ലൊരു കൊടും വളവിലെത്തിയിട്ടുണ്ട്. ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങളൊന്നും തന്നെ ഹോൺ യൂസ് ചെയ്യുന്നില്ല, വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പോൾ ഒരു വണ്ടി ഹോൺ അടിച്ച്. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ ഹോട്ടലൊന്നും കാണത്തില്ലെന്ന് നമ്മുടെ കണക്കൂട്ടൽ കറക്റ്റായിരുന്നു. അത് ഈ റൂട്ടിൽ നമ്മളാദ്യമാണ് ഈ റൂട്ടിൽ, അതുകൊണ്ട് തന്നെ കണക്കാക്കിയാണ് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയത്. ഊട്ടിയിൽ നിന്ന് തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിച്ചിട്ടാണ് വന്നത്. ജസ്റ്റ് നമ്മളെ യാത്ര തുടങ്ങിയിട്ട് കുറച്ച് നേരമായിട്ടുള്ളൂ. അടുപ്പിച്ച് കുറേ ദിവസം അവധി കഴിഞ്ഞാൽ, അതായത് ഈസ്റ്ററിൻ്റെ അവധികളാണ് ഈ കഴിഞ്ഞ 3-4 ഡേയ്സ്. അതുകൊണ്ട് തന്നെ സഞ്ചാരികൾ കൂടുതലാണ് ഇവിടെ. നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഊട്ടിയിൽ റൂമാണ് എല്ലായിടത്തും ഫില്ലാണ്. റൂം കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ലാസ്റ്റ് ഇച്ചിരി ഉള്ളിലോട്ട് കയറിയാണ് റൂം കിട്ടിയത്. ഇവിടെ പിന്നെ AC റൂം എന്നുള്ള ഒരു ആവശ്യമില്ല, ഫാൻ പോലും വേണ്ടാത്ത നാടാണ്. അതുകൊണ്ട് ഇവിടെ നോർമൽ റേറ്റ് തന്നെ, സാധാരണ റേറ്റ് തന്നെ ഇവിടെ. മറ്റുള്ളിടത്ത് AC റൂമിന് റേറ്റ് വരും, നോർമൽ റേറ്റ് തന്നെ ഇവിടെ 2500 ആയിരിക്കും സ്റ്റാർട്ടിങ് തന്നെ വരുന്നത്. നമ്മളിപ്പോൾ ഊട്ടി ഇറങ്ങുകയാണ്. കുത്തനെയുള്ള ഇറക്കങ്ങളാണ് കൂടുതലും. കൊടും വളവും കുത്തനെയുള്ള ഇറക്കങ്ങളുമാണ് ഇവിടെ.
ജാക്കറ്റ് ആരെ നഷ്ടപ്പെട്ടാണെന്ന് തോന്നുന്നു, വഴി കിടപ്പുണ്ട്. രക്ഷയില്ലാത്ത വ്യൂ ആണ്. നമ്മളേതോ ടൗണിലേക്കാണെന്ന് തോന്നിട്ടിരിക്കുന്നത്. ഇവിടെ അത്യാവശ്യം നിറച്ച് കടകളൊക്കെ ഉണ്ട്. കെട്ടി പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. കെട്ടി പോലീസ് സ്റ്റേഷനാണ്. വീണ്ടും നമ്മൾ കണ്ടിന്യൂ ഇറക്കമാണ്. ഇന്നലെ നമ്മൾ കയറിയത് കൂടി ഇനി ഇറങ്ങിയാണ് ലെവൽ ചെയ്യേണ്ടത്. ഫുള്ള് ഇറക്കമാണ് ഇവിടുന്ന് അങ്ങോട്ട്. ഭയങ്കര രക്ഷമായിരുന്നു. എല്ലായിടത്തും റോഡും തിരക്കായിരുന്നു. റോഡ് ഭയങ്കര ബിസി ആയിരുന്നു ഊട്ടിയിൽ. പിന്നെ അടുപ്പിച്ച് 4 ദിവസം അവധിയായതിനാൽ മറ്റ് ഹോട്ടൽസും എല്ലാം ഫില്ലായിരുന്നു. റൂമിനൊക്കെ എല്ലാവരും പരക്കം പായുമായിരുന്നു. അത്യാവശ്യം വീട്ടിലെ ഹോം സ്റ്റേകളിൽ വരെ റൂം ഫില്ലായിരുന്നു. അവിടെ പോയി റൂമില്ലായിരുന്നു. പിന്നെ ഊട്ടിയിൽ നിന്ന് ഉള്ളിലേക്ക് കയറിയുള്ള സ്ഥലങ്ങളിൽ ആരും അങ്ങനെ അധികം ആൾക്കും അറിയാൻ പറ്റാത്ത അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ റൂമുള്ളായിരുന്നു. ഈ റോഡിലും റിസോർട്ട്സ് ഉണ്ട്. ഒരുപാട് റിസോർട്ടുകൾ ഇപ്പം തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടെയൊക്കെ സ്റ്റേ ചെയ്താലും പിറ്റേന്ന് നേരെ ഊട്ടിലോട്ട് കയറിയാൽ മതി, തിരക്കാണേലും. പക്ഷേ ഇതുമൊക്കെ ഓൾറെഡി ഫില്ലായിരുന്നു ഇന്നലെ. ആഹാ, ഫുള്ള് മരങ്ങൾ നിറഞ്ഞ റോഡാണ്. അടിപൊളി റൂട്ടാണ്. വഴിയോര കച്ചവടമുണ്ട്. പനന്തേങ്ങ, നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെയാണ് വെച്ചിരിക്കുന്നത്. കൊള്ളാം. കാറിലാണ് കച്ചവടം. പഴയ 1800 കച്ചവടമാണ്. തൊപ്പി കച്ചവടമാണത്. റൂട്ട് നല്ല തണലാണ്. നല്ല തണുപ്പുണ്ട് ഇപ്പോഴും. 35 ആണ് സ്പീഡ് ലിമിറ്റ്. നല്ലൊരു ഇറക്കമാണ് വരുന്നത്. വണ്ടി ന്യൂട്രലാക്കി വിട്ടാൽ മതി, ഗിയർ വേണ്ട. ഒരു ഹമ്പ്, ഇതിനിടയ്ക്കൊരു ഹമ്പ് കൊണ്ട് വെച്ചിരിക്കുന്ന ആരുടെ? റൈഡർ വരുന്നുണ്ട്. റൈഡേഴ്സാണ്. റൈഡർമാരുടെ മേളമാണ് ഇവിടെ. അടിപൊളി വ്യൂ ആണ്. നമുക്കിനി ഇത് കാണണമെങ്കിൽ ഇനി അടുത്ത വരെ കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് മൊത്തം സ്റ്റോർ ചെയ്തേക്കുവാണ് നമ്മൾ മെമ്മറിയിലും. നമ്മുടെ കണ്ണുകൾ കാഴ്ചകൾ കൊണ്ട് വിസ്മയിപ്പിക്കുന്ന, നമ്മളെ കണ്ണുകളെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ സമ്മാനിച്ച ഊട്ടിക്ക് നന്ദി. വെല്ലിംഗ്ടൺ. ബോയ്സ് കമ്പനി എന്ന് പറയുന്നത് ആ പ്ലേസാണോ, സ്ഥലത്തിൻ്റെ പേരാണോ ബോയ്സ് കമ്പനി? നല്ല ഇറക്കമാണ്. ബ്ലോക്കുണ്ട്. ഫ്രണ്ട് നല്ല ബ്ലോക്കാണത്. ഒരു പോണ ഇച്ചിരി പാടുപെടും. അത്യാവശ്യം നല്ല ബ്ലോക്കാണ്. നമ്മളിപ്പോൾ കൂണൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്താണ്. റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ മരങ്ങൾ, നല്ല ഭംഗിയാണ്. ഒരു രക്ഷയില്ലാത്ത റൂട്ടാണിത്. കോയമ്പത്തൂരേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഓൺ ദ വേ ആണിത്.
ആ റൂട്ടാണിത്. ട്രെയിൻ പാളം പോകുന്നുണ്ട്, ഭയങ്കര ഭംഗി, ഒരു രക്ഷയില്ല. നേരെ താഴത്ത് ട്രാക്കാണ്. നല്ല തണുപ്പാണ്, പെരച്ച് കയറുവാണ്. റോഡിൻ്റെ സെൻട്രലാണ് ഈ മരങ്ങൾ നിൽക്കുന്നത്. ഇതൊരു കൗതുകമുള്ള കാഴ്ചയാണ്. റോഡിൻ്റെ സെൻട്രൽ ഇത്രയും വണ്ണമുള്ള മരങ്ങളങ്ങനെ, അതൊരു അപൂർവ കാഴ്ച തന്നെയാണ്. നല്ലൊരു വ്യൂവിലേക്കാണ് തിരിയുന്നത്. ആഹാ, അടിപൊളി, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് വരുന്നത്. ടേണിംഗ് ആണ്. ചെറിയ അമ്പലമാണത്. സുന്ദരി പെണ്ണ് മാനസിൻ്റെ അടുത്തോട്ട് പോയി ഉറക്കം പിടിച്ചിട്ടുണ്ട്. കട്ടേരി ടേണിങ്ങിലാണ്. കട്ടേരി എത്തിയിട്ടുണ്ട് നമ്മളിപ്പം. മേട്ടുപ്പാളയം റൂട്ടാണ്. കോയമ്പത്തൂർ മേട്ടുപ്പാളയം റൂട്ടിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം. ഇനി കോയമ്പത്തൂർ വഴിയാണ് നമുക്ക് പഴനിയിലേക്കാണ് പോകേണ്ടത്. ഏകദേശം 3-3.5 മണിക്കൂറിന് മേളിൽ വേണ്ടി വരും പഴനിയിലെത്താൻ. അതായത് ഇപ്പോൾ തന്നെ 170 കിലോമീറ്ററിന് മേളിൽ പോകേണ്ടതുണ്ട് ഇനിയും. അതെത്തുമ്പോൾ എന്തായാലും 7:30-8 മണിക്ക് മുമ്പായിട്ട് എത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളെ കണക്കൂടലാണ്. ഒരു 7:30-ക്കെങ്കിലും പഴനിയിലെത്തണം എന്നുള്ള വിധത്തിലാണ് യാത്ര ചെയ്യുന്നത്. ഇവിടെ സ്പീഡ് ലിമിറ്റൊക്കെ വെച്ച് നോക്കുമ്പോൾ 30-35 സ്പീഡ് ലിമിറ്റ് വരുന്നത് അപ്പോഴപ്പോഴായിട്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അതിന് മേളിൽ ടൈം പിടിച്ചേക്കാം. 4 മണിക്കൂറോളം വേണ്ടി വരും പഴനിയിലെത്താൻ നോർമലി. ഹൈവേയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഫാസ്റ്റാണ്, പെട്ടെന്ന് എത്താം. എന്നാലും അവിടെ നമ്മൾ എത്തിപ്പെടാൻ ഇച്ചിരി പാട് തന്നെയാണ്. എന്തോ സ്പെഷ്യലാണല്ലോ ഇവിടെ, ടെമ്പിളാണ്. ടീ ഫാക്ടറി ഔട്ട്ലെറ്റ്. നിറച്ച് മരങ്ങളുള്ള ഏരിയയിലോട്ടാണ് കിടക്കുന്നത്. കണക്കൂട്ടിൽ കറക്റ്റായിരുന്നു, നിറച്ച് മരങ്ങൾ തന്നെയാണ് ഇവിടെ. മരങ്ങൾ കൂടുതലായിട്ടുണ്ടെന്ന് ഒരു തോന്നലൊന്ന്, അങ്ങനെയാണ് പറഞ്ഞത്, നിറച്ച് മരങ്ങളുള്ള ഏരിയയെന്ന്. അത് കറക്റ്റാണ്, നല്ല വ്യൂ ആണ്. കൊടുംവളവ് തന്നെ. ആഹാ, അടിപൊളി, വേറെ ലെവൽ റൂട്ടാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. ഇറങ്ങി കോയമ്പത്തൂർ റൂട്ടിലേക്ക് കിടക്കുന്നതിൻ്റെ ബ്ലാക്ക് തണ്ടറിൻ്റെ വാതിക്കലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഊട്ടിയിൽ നിന്ന് ഇപ്പോൾ മേട്ടുപ്പാളം എത്തിയിട്ടുണ്ട്. മേട്ടുപ്പാളത്ത് എത്തി ചായ കുടിച്ച ശേഷം ഇനി നേരെ പഴനിക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം 6:30 മണി ആയിട്ടുണ്ട്. 2 മണിക്കൂറിനുള്ളിൽ എത്താൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സ്റ്റാർട്ട്. കയറിയിരിക്കുന്നത് ഇത് പകലാകുമ്പോൾ അതിൻ്റെ ഭംഗി
36 കിലോമീറ്ററോളം കവർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം 60-65-70 പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ റൂട്ടിൽ ആ സ്പീഡിൽ പോകാവുന്നതാണ്. ഇനി നമ്മൾ പഴനിക്ക് 76 കിലോമീറ്റർ കൂടി ഉണ്ട്. ഏകദേശം മണി ഇപ്പോൾ 8:15 ഓക്കെ, യാത്ര തുടരുവാണ്. നമുക്കിനി ഇവിടുന്ന് 34 കിലോമീറ്റർ കൂടെ ഉള്ളു. നമുക്ക് പഴനിലെത്താൻ വെറും 34 കിലോമീറ്റർ മാത്രം ബാക്കി. ടൈം ഏകദേശം ഇപ്പോൾ ഒരു 9:15 നമ്മൾ കണക്ക് കൂടിയതിനേക്കാൾ സമയം കൂടുതലായി. എന്നാലും ഡെസ്പല്ല എൻജോയ് ചെയ്തു, മാക്സിമം സ്പെൻഡ് ചെയ്തു, എക്സ്പ്ലോർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അവർ പൊക്കോട്ടെ. ഓക്കെ, അവരും പൊക്കോട്ടെ.